പ്രധാനപ്പെട്ട അധികാരി എന്നോ വിചാരിക്കുന്നയാൾ എപ്പോഴും ഒരു ടെറിട്ടറിക്കകത്തുള്ള ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വ്യവഹാരം മുന്നോട്ട് പോവുക. മതിലിനപ്പുറം നിന്ന് അവർ പല കൊടികൾ ഉയർത്തി കാണിച്ചു, മതിലിനിപ്പുറം നിന്ന് ഞങ്ങളും പല കൊടികൾ ഉയർത്തി കാണിച്ചു. റാബായി മിഴി തുറക്കും നേരം ഗോലേം തൊട്ടിരുന്നു, അയാളെ തൊടാനഞ്ഞു. കവിതയിലൂടെ എങ്ങനെ പ്രണയിക്കാം, കവിതയിലൂടെ എങ്ങനെ വെറുക്കാം, കവിതയിലൂടെ എങ്ങനെ എൻ്റെ രാഷ്ട്രീയം കണ്ടെത്താം. വിണ്ട വേനലിൽ ജലം തുള്ളിയിട്ടുന്നതും നോക്കി ചൂടെടുത്തോടിയ ദാഹങ്ങളിപ്പോൾ തണുത്തൂറി കിടുകിടുത്തോരോ ചൂടാറാ സ്മൃതി പുതയ്ക്കുന്നു. രാപ്പക്ഷിയുടെ പാട്ട് കേട്ടില്ല, ചീവീടും പുൽച്ചാടിയും ഒരുക്കിയ പിൻതാളങ്ങൾ കേട്ടില്ല. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽപ്പെടുമ്പോൾ മീനുകൾ. ചാഞ്ഞും ചെരിഞ്ഞും വീശുന്ന അനുസരണക്കാറ്റിൽ ഇളം സ്വപ്നങ്ങൾ ഊഞ്ഞലാടുന്നു. ഈ കവിയരങ്ങിലെ ആദ്യ കവിത അവതരിപ്പിക്കുന്നത് പ്രശസ്ത കവയത്രി ശ്രീമതി സാവിത്രി രാജീവനാണ്. സ്ത്രീയുടെ എഴുത്തിനെ ഏറെ സംശയത്തോടെയും അതിലേറെ പ്രശംസയോടെയും നോക്കിക്കാണുന്ന കാലഘട്ടത്തിൽ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന ഏറെ പ്രശസ്ത അർഹിക്കുന്ന കവിതകൾ പോലെയുള്ള കവിതകൾ നമുക്ക് സമ്മാനിച്ച പ്രിയ കവയത്രി പ്രകൃതിയും ജീവിതങ്ങളും തൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ വരഞ്ഞപ്പോൾ ചരിവ്, ദേഹാന്തരം, സഞ്ചാരിയുടെ താണുപോയ വീട് തുടങ്ങിയ കൃതികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കുഞ്ചുപിള്ള സ്മാരക അവാർഡ്, കമലാ സുരയ്യ അവാർഡ് എന്നിവ ആ കാവ്യസഭയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങളിൽ ചിലത് മാത്രം. ഏറെ സ്നേഹപൂർവ്വം പ്രിയ കവയിത്രിയെ ഈ കവിയരങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. 2 കവിതയാണ് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കവിതയെ പറ്റിയിട്ട് സംസാരിക്കാൻ അങ്ങനെ ഉദ്ദേശിച്ച് വന്നതല്ല. കവിത വായിക്കുക, പോവുക, ഇത്രയേ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ്, അതിനുള്ള പ്രിപ്പറേഷനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കവിതയെ പറ്റിയിട്ട് വളരെ കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന ആളുകൾ അത് എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, അതിനോട് എങ്ങനെയാണോ, ഒരു കവിതയോട് എങ്ങനെയാണോ ആളുകൾ പ്രതികരിക്കുന്നത്, അത് എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, അതിനോട് താല്പര്യം കാണിക്കുന്നത്, ഇതൊക്കെ അനുസരിച്ച് ആ കവിത അതിൻ്റെ ജീവിതം ജീവിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നല്ല കവിത, ചീത്ത കവിത, പെൺകവിത, ആൺകവിത അങ്ങനെയുള്ള വേർതിരിവൊന്നും ഇല്ലാതെയാണ് സത്യത്തിൽ ഞാൻ കവിത എഴുതി തുടങ്ങിയത്. അതിൽ ഞാൻ ജീവിക്കുന്ന കാലത്തെ ഞാൻ അനുഭവിച്ച, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കവിതയിൽ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് കവിതയെക്കുറിച്ച് ഇനി അടുത്ത റൗണ്ടിൽ സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഈ ഗോലയം എന്ന കവിത വായിക്കാം. ഗോലയം എന്നുള്ള ടൈറ്റിൽ കൊടുക്കാൻ കാരണം, ജൂതപുരോഹിതൻ റാബായി കളിമൺ മനുഷ്യപ്രതിമകൾക്ക് ജീവൻ കൊടുത്ത് അടിമകളാക്കി ശത്രു സംഹാരത്തിനായി പറഞ്ഞുവിട്ട് ഒടുവിൽ അവൻ തന്നെ അയാളുടെ അന്തകനാവുന്നതിനെക്കുറിച്ചുള്ള ജൂതമിത്താണ് ഗോലയം എന്ന ഈ കവിതയുടെ ആധാരം. റാബായി സൃഷ്ടിച്ച ആ ഭീകരൻ്റെ പേരാണ് ഗോലയം. അത് ഈ കാലത്തെ നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ കവിത ഉണ്ടാവാനുള്ള ഒരു കാരണം. അതിൻ്റെ പശ്ചാത്തലം അതാണ്. ഗോലയമിന് നേത്രോന്മീലനം ചെയ്ത് റാബായി വിശ്രമിക്കാനായി ചുമരിൽ ചാരിയിരുന്നു. മിഴിയടച്ചു. ആ നേരം ഗോലയം അതിൻ്റെ തുറന്ന മിഴികൾ പൂട്ടാതെ അവൻ്റെ സൃഷ്ടാവിനെ നോക്കി. പതുക്കെ മിനുത്ത കളിമൺകാലുകൾ വെച്ച് നടന്നു തുടങ്ങി. റാബായി മിഴി തുറക്കും നേരം ഗോലയം തൊട്ടിരുന്നു, അയാളെ തൊടാനഞ്ഞു. ഒഴിഞ്ഞുമാറിയ റാബായി അവനു നേരെ നെറ്റിച്ചുളിച്ചു. നിന്റെ സൃഷ്ടാവ് ഞാൻ തന്നെ, സംശയമില്ല. എന്നാൽ
ഞാൻ നിന്റെ പിതാവല്ല, നീ എൻ്റെ പുത്രനുമല്ല. നിനക്കെൻ്റെ ഉമ്മയോ തലോടലോ ഇല്ല, സമ്മാനമോ ആലിംഗനമോ ഇല്ല. മാറി നിൽക്കൂ. കുഞ്ഞായി കാണപ്പെട്ട ഗോലയും പെട്ടെന്ന് സങ്കടത്താൽ നനഞ്ഞു. എന്നാൽ കുതിർന്നു പോകാതെ കളിമൺ മുഖം പൊക്കി കൈകാൽ കുടഞ്ഞെഴുന്നേറ്റു. റാബായി പറഞ്ഞു, ഞാൻ നിന്റെ ശില്പിയും വഴികാട്ടിയുമാണ്. അതിനാൽ എന്നെ അനുസരിക്കാൻ നീ ബാധ്യസ്ഥൻ. നോക്ക്, വടക്കു കിഴക്കായി കാണുന്ന ആ മല, നീ അതിൻ്റെ താഴ്വരയിലേക്ക് നടക്കുക. അവിടം അപ്പാടെ എൻ്റെ ശത്രുക്കളാണ്, കാഴ്ചയിൽ എന്നെപ്പോലെ തന്നെയുള്ളവർ. അവരെ കൊന്ന് അവരുടെ രക്തം പാനം ചെയ്ത് നീ സംശുദ്ധനായി മടങ്ങി വരിക. ഗോലേം അപ്പോൾ തുറന്നു കിട്ടിയ കണ്ണുകളിൽ നീർ നിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കൊല്ലാൻ അറിയില്ല. എനിക്ക് അങ്ങയോടൊപ്പം ഈ കിളികൾക്കും പൂക്കൾക്കുമൊപ്പം ഇവിടെ കഴിയണം, ആടുകളെ മേയ്ക്കണം. കോപത്താൽ വിറച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗോലേമിൻ്റെ ശില്പി പറഞ്ഞു, കരുണയും സ്നേഹവും കൊണ്ട് തേനരുവിൽ തീർക്കാനല്ല, ശത്രുവിൻ്റെ ചോരയിൽ മുങ്ങി നീന്താനാണ് ഞാൻ നിന്നെ മെനഞ്ഞത്. നിനക്ക് കാഴ്ചയും ഹൃദയവും കൈകാലുകളും തന്നത്. ഗോലേം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എങ്കിൽ നീ എനിക്ക് എന്തിനാണ് ഹൃദയം തന്നത്? നീ ഭംഗിയുള്ള ആ മുയൽക്കുഞ്ഞിനെ സ്നേഹം കൊണ്ട് ലാളിക്കുന്നത് ഞാൻ കണ്ടുപോയി. എൻ്റെ ഹൃദയം ദയവും കാരുണ്യവും കൊണ്ട് നിറഞ്ഞുപോയി. സ്നേഹവും അതിൻ്റെ മധുരവും അറിഞ്ഞുപോയി. എങ്കിൽ അയാൾ പറഞ്ഞു, ഞാനിതാ ആ മുയൽക്കുഞ്ഞിനെ കൊന്ന് കുടലെടുക്കുന്നു. മുയൽക്കുഞ്ഞിൻ്റെ അവസാന പിടയലിൽ രസിച്ചുകൊണ്ട് അതിൻ്റെ ചോര നിന്റെ മേൽ ചീറ്റുന്നു. അത് കണ്ടപാടെ ഭീകരാകാരം പൂണ്ട ഗോലയും വടക്കു കിഴക്കൻ താഴ്വര നോക്കി തൻ്റെ നീണ്ടു വലുതായ കാലുകൾ വെച്ചു. അവൻ നടക്കും തോറും ഉടൽ വലുതായി വലുതായി വന്നു. ഉള്ളിലും പുറത്തും രൗദ്രത കുമിഞ്ഞു. റാബായി വെറുപ്പും പകയും കൊണ്ട് പാകമായ തൻ്റെ സൃഷ്ടിയെ കണ്ട് അത്യാഹ്ലാദത്താൽ ചിരിച്ചു. ഗോലേം താഴ്വരയിലെ ശത്രുക്കളെ കൊന്നൊടുക്കി തിരികെ വന്നു. അവൻ്റെ കൈകൾ മലമ്പാമ്പ് പോലെ തടിച്ചും നീണ്ടുമിരുന്നു. വന്നപാടെ അവൻ റബായുടെ ആടുകളെ വാരിയെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. മുയലുകളുടെയും കുഞ്ഞുങ്ങളുടെയും കഴുത്തറുത്തു. ഭയന്നോടുന്ന ഗ്രാമവാസികളെ കൊന്നൊടുക്കി. ശേഷം ഓക്കുമരങ്ങളും ഒലിവ് മരങ്ങളും പിഴുതുകൊണ്ട് റാബായ്ക്കു നേരെ അടുത്തു. റാബായി മന്ത്രമോതി കളം വരച്ചു, ചെപ്പുകുടം കമഴ്ത്തിവെച്ചു. അവനെ വരുതിപ്പെടുത്താനുടറി. ഒലിവില സമാധാനക്കൊടി പോലെ ഉയർത്തിക്കാട്ടി. ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. നീ ഞങ്ങളെ കൊല്ലരുത്. ഞങ്ങളുടെ ചോര ഈ നിലത്തിൽ തൂവരുത്. ഗോലേം അയാളുടെ വാക്കുകൾക്കു നേരെ ചോരച്ച ചിരി ചിരിച്ചു. വലുതായ ഉടൽ കുലുക്കി സമുദ്രങ്ങൾക്കപ്പുറത്തേക്കും മലകൾക്കപ്പുറത്തേക്കും തൻ്റെ രക്തക്കൊതി പൂണ്ട കൈകളും നാക്കും നീട്ടി. റാബായ് ശൗര്യവും വീര്യവും കെട്ട് നിലം പറ്റെ കണ്ണടച്ചു. അപ്പോൾ ഗോലേമിൻ്റെ ചുവന്നു ജലിച്ച കണ്ണിൽ കണ്ണീർ തിളച്ചു. ചുറ്റുമുള്ള കാറ്റിനെ തീച്ചുഴലിയാക്കി ഗോലേം തൻ്റെ സൃഷ്ടാവിനുമേൽ മരണനൃത്തം ചവിട്ടി. നന്ദി. ഈ കവിയരങ്ങിൽ നമുക്കായി അടുത്ത കവിത അവതരിപ്പിക്കുന്നത് പ്രശസ്ത കവി ശ്രീ വീരാൻകുട്ടിയാണ്. മിണ്ടാപ്രാണി, മാന്ത്രികൻ, ജലഭൂപടം, മൺവീറ്, അലയുന്ന പറവകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, KSK തളിക്കുളം പുരസ്കാരം, ചെറുശ്ശേരി സാഹിത്യ പുരസ്കാരം, തമിഴ്നാട് CTM സാഹിത്യ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളിൽ ചിലത് മാത്രം. അപ്പൂപ്പൻ താടിയുടെ വിനീതമായ പറക്കം പോലെ ബിംബങ്ങളുടെ കരുത്തുകൊണ്ടും ഭാഷയുടെ ലാളിത്യം കൊണ്ടും ഹൃദ്യമായ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന കവിതകൾ സമ്മാനിച്ച പ്രിയ കവിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കവിത എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കൗതുകകരമായിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഓരോ രാജ്യത്തിനും
അവരുടെ രാഷ്ട്രപിതാവോ രാഷ്ട്രശില്പിയോ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ദേശീയ കവിയും ഉണ്ടാവും. ഒന്നിൽ കൂടുതലോ ആളുകളുണ്ടാവും. ഈ രാഷ്ട്രശില്പിയെന്നോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാരി എന്നോ വിചാരിക്കുന്നയാൾ എപ്പോഴും ഒരു ടെറിട്ടറിക്കകത്തുള്ള ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കുകയും അതിന് പുറത്തുള്ളവരൊക്കെ അപരന്മാരാണ് എന്നുള്ള, ശത്രുക്കളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഊന്നി അങ്ങനെയാണ് ആ ഒരു വ്യവഹാരം മുന്നോട്ട് പോവുക. എന്നാൽ അതേ അവസരത്തിൽ തന്നെ ഈ ദേശീയ കവി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വം ഈ അതിർത്തികളെ എങ്ങനെ അപ്രധാനമായി കാണാം, അതിർത്തികളെ എങ്ങനെ ഇല്ലാതായി സങ്കല്പിക്കാം എന്ന് കവിതയിലൂടെ എങ്ങനെ വളരെ വിരുദ്ധമായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ സങ്കല്പങ്ങളാണ് ഈ രണ്ട് സമീപനങ്ങളുടെയും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം ടാഗോറിനെ നമുക്ക് അങ്ങനെ കാണാം ദേശീയ കവി എന്ന നിലയ്ക്ക്. അദ്ദേഹം ഈ ലൗകികമായ ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കവിയാണ് ഹീബ്രു കവിയായിട്ടുള്ള, ഇസ്രായേൽ കവിയായിട്ടുള്ള യഹൂദ അമിഖായി എന്ന് പറയുന്ന കവി. യഹൂദ അമിഖായി എഴുതുമ്പോൾ അത് പലസ്തീനിലുള്ള മനുഷ്യർക്ക് കൂടി തങ്ങളുടെ കവിയാണിത് എന്ന് പറയാവുന്ന തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, നാം നിർമ്മിക്കുന്ന ചെറിയ ഇടുങ്ങിയ ദേശീയതകൾക്കപ്പുറം സഞ്ചരിക്കുന്ന കവിതയായിട്ട് അത് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ജെറുസലേം എന്ന് പറയുന്ന ഒരു കവിത വളരെ പ്രസക്തമാണ് ഈ കാലത്ത്. അതിൻ്റെ ഒരു വിവർത്തനം ആണ് ഞാൻ ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കവിത എൻ്റേതും വായിക്കാം. ജെറുസലേം നമുക്കറിയാം, ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ്. 3 പേർക്കും അവകാശം ഉന്നയിക്കുന്ന സ്ഥലമാണ്. മതിലുകൾക്കപ്പുറം ഈ 3 വിഭാഗവും കഴിയുന്നു. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു കവിതയാണ്. പഴയ നഗരത്തിലെ അലക്കുപുരയുടെ മേൽക്കൂരയിൽ, പഴയ നഗരത്തിലെ അലക്കുപുരയിലെ മേൽക്കൂരയിൽ അയയിൽ തൂങ്ങിക്കിടക്കുന്നു എൻ്റെ ശത്രുവായ സ്ത്രീയുടെ വെള്ളത്തുണി, എൻ്റെ എതിരാളിയുടെ നെറ്റി തുടയ്ക്കാനുള്ള കൈലേസ്. പഴയ നഗരത്തിൻ്റെ അലക്കുപുരയുടെ മേൽക്കൂരയിൽ അയയിൽ തൂങ്ങിക്കിടക്കുന്നു എൻ്റെ ശത്രുവായ സ്ത്രീയുടെ വെള്ളത്തുണി, എൻ്റെ എതിരാളിയായ പുരുഷൻ്റെ നെറ്റിയിൽ വിയർപ്പൊപ്പാനുള്ള കൈലേസ്. എൻ്റെ ആകാശത്തിൽ ഒരു പട്ടം, അതിൻ്റെ മറ്റേ അറ്റത്ത്, ചരടറ്റത്ത് മതിൽ കാരണം എനിക്ക് കാണാൻ കഴിയാത്ത ഒരു കുട്ടി. എൻ്റെ ആകാശത്തൊരു പട്ടം, അതിൻ്റെ മറ്റേ അറ്റത്ത് മതിൽ കാരണം എനിക്ക് കാണാൻ കഴിയാത്ത ഒരു കുട്ടി. അവർ മതിലിനപ്പുറം നിന്ന് പല കൊടികൾ ഉയർത്തിക്കാണിച്ചു. ഞങ്ങൾ മതിലിനിപ്പുറം നിന്ന് പല കൊടികൾ ഉയർത്തിക്കാണിച്ചു. ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് അവർ ധരിക്കാനായി, അവർ സന്തോഷത്തിലാണെന്ന് ഞങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടി. മതിലിനപ്പുറം നിന്ന് അവർ പല കൊടികൾ ഉയർത്തിക്കാണിച്ചു. മതിലിനിപ്പുറം നിന്ന് ഞങ്ങളും പല കൊടികൾ ഉയർത്തിക്കാണിച്ചു. അവർ സന്തോഷത്തിലാണെന്ന് ഞങ്ങളെ ധരിപ്പിക്കാനായി, ഞങ്ങൾ സന്തോഷത്തിലാണെന്ന് അവർ ധരിക്കാൻ വേണ്ടി. ഇതാണ് യഹൂദ അമിഖയുടെ ജെറുസലേം എന്ന കവിതയുടെ ഒരു വിവർത്തനം. ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 2 ചെറിയ കവിതകളാണ് ആദ്യം വായിക്കുന്നത്. ഒന്ന്, കവികളില്ലാത്തതിനാൽ, ചെറിയ കവിത. കവികളില്ലാത്തതിനാൽ. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്, കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽപ്പെടുമ്പോൾ മീനുകൾ. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽപ്പെടുമ്പോൾ മീനുകൾ. അവർക്കിടയിൽ കവികളില്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേയുള്ളൂ. അവർക്കിടയിൽ കവികളില്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേയുള്ളൂ. വേറൊരു കവിത, അവിശ്വാസം. അവിശ്വാസം. ആരെങ്കിലും ഒരാൾ വീണ്ടും വോട്ട് ചെയ്താലോ എന്ന സംശയത്തിൽ സർവരുടെയും വിരലിൽ മഷി കുത്തുന്നു.
ആരെങ്കിലും ഒരാൾ വീണ്ടും വോട്ട് ചെയ്താലോ എന്ന സംശയത്തിൽ സർവരുടെയും വിരലിൽ മഷി കുത്തുന്നു. ഒരു വ്യാജൻ എപ്പോഴും കടന്നു വരാം എന്ന സാധ്യത വെച്ച് എല്ലാവരെയും അടയാള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒരാൾ നുണ പറഞ്ഞേക്കാം എന്നതിനാൽ സർവരെയും സത്യപുസ്തകം തൊട്ട് ആണയിടുവിക്കുന്നു. ഒരാൾ നുണ പറഞ്ഞേക്കാം എന്നതിനാൽ സർവരെയും സത്യപുസ്തകം തൊട്ട് ആണയിടുവിക്കുന്നു. വ്യവസ്ഥ ഒരു സംശയരോഗി. അതിനാരെയും വിശ്വാസം പോരാ, സ്രഷ്ടാവിനെ പോലും. എന്നിട്ടും അതിന്മേലുള്ള അചഞ്ചലമായ വിശ്വാസം നാം പ്രഖ്യാപിക്കുന്നു, ദൈവനാമത്തിലും മനസാക്ഷിയുടെ പേരിലും. വ്യവസ്ഥ ഒരു സംശയരോഗി. അതിനാരെയും വിശ്വാസം പോരാ, സ്രഷ്ടാവിനെ പോലും. എന്നിട്ടും അതിന്മേലുള്ള വിശ്വാസം നാം പ്രഖ്യാപിക്കുന്നു, ദൈവനാമത്തിലും മനസാക്ഷിയുടെ പേരിലും. നമസ്കാരം. ഈ കവിയരങ്ങിനെ സമ്പുഷ്ടമാക്കുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് കാലത്തിന്റെ ഭീതിയും ഹിംസയും സ്വത്ത് പ്രതിസന്ധികളും ഭാവസാന്ദ്രമായി അവതരിപ്പിച്ച താജ്മഹൽ എന്ന കവിത പോലുള്ള കവിതകൾ നമുക്ക് സമ്മാനിച്ച പ്രിയ കവി ശ്രീ OP സുരേഷാണ്. പല കാലങ്ങളിൽ ഒരു പൂവ്, വെറുതെ ഇരിക്കുവിൻ, ഏകാകികളുടെ ആൾക്കൂട്ടം, പച്ചിലയുടെ ജീവചരിത്രം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകാട് കവിതാ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളിൽ ചിലത് മാത്രം. പ്രിയ കവിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു ആയുധം മാത്രമായിട്ട് ഒരു മഹായുദ്ധ കളത്തിലിറങ്ങിയ ഒരു പോരാളിക്ക് വലിയൊരു നിസ്സഹായത ഉണ്ടാവും, അതുപോലെ തന്നെ വലിയൊരു സാധ്യതയും ഉണ്ടാവും. നിസ്സഹായത അയാൾക്ക് ഒരായുധം മാത്രമേ ഉള്ളൂ, അതുമാത്രം ഉപയോഗിച്ച് വേണം വ്യത്യസ്തമായ മറ്റായുധങ്ങളെ, സന്ദർഭങ്ങളെ, യുദ്ധതന്ത്രങ്ങളെയൊക്കെ നേരിടാൻ. സാധ്യത അയാളുടെ കയ്യിലുള്ള ആയുധം അയാൾക്ക് മാത്രം പ്രയോഗിക്കാൻ അറിയുന്നതോ അല്ലെങ്കിൽ അയാൾക്ക് സവിശേഷമായി പ്രയോഗിക്കാൻ അറിയുന്നതോ ആ പ്രയോഗം അസാധുവാകുന്നതോടുകൂടി അയാളുടെ ജീവിതം ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പരമാവധി അതിലുള്ളൊരു വിജയമല്ലാതെ ഒന്നും അയാളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നില്ല. ഇങ്ങനെ കവിത എന്ന ഒരൊറ്റ ഉപാധിയിലൂടെ ജീവിതത്തിൻ്റെ വലിയ സമസ്ത സങ്കീർണതകളെയും നേരിടാൻ ശ്രമിക്കുന്ന, സകല സങ്കീർണതകളെയും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന, അതിനെയൊക്കെ കവിതയിലൂടെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ കവിതയിലൂടെ എങ്ങനെ പ്രണയിക്കാം, കവിതയിലൂടെ എങ്ങനെ വെറുക്കാം, കവിതയിലൂടെ എങ്ങനെ എൻ്റെ രാഷ്ട്രീയം കണ്ടെത്താം, കവിതയിലൂടെ എങ്ങനെ ഒരു സാമൂഹിക ജീവിതം സാധ്യമാക്കാം, കവിതയിലൂടെ എങ്ങനെ ഏകാഗിയാകാം, കവിതയിലൂടെ എങ്ങനെ കരയാം, ചിരിക്കാം, പരിഹസിക്കാം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങൾക്കും കവിതയോട് ചേർത്ത് വെക്കാൻ അല്ലെങ്കിൽ കവിതയുമായി ചേർന്ന് നിന്നിട്ട് പൂരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ കവിതയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു ആമുഖത്തോടെ ഞാൻ എൻ്റെ 2-3 കവിതകൾ വായിക്കാം. വെള്ളച്ചാട്ടം ഒരു കവിത. വൃശ്ചിക മഞ്ഞിൽ പുലരിയിൽ കുളം കെട്ടി നിർത്തിയ കുളിരിൽ മുങ്ങി നിവരും വിറയൽ. വൃശ്ചിക മഞ്ഞിൽ പുലരിയിൽ കുളം കെട്ടി നിർത്തിയ കുളിരിൽ മുങ്ങി നിവരും വിറയൽ. ഈറന്മാറാതെ ഓർമ്മകൾ മേലാസകലം കോൾമയിരായി നിവരും നിർവൃതി. ജലഛായത്തിൽ എഴുതും മൊഴിയായി തെളിയും കാഴ്ചകൾ. വിണ്ടവേനലിൽ ജലം തുള്ളിയിറ്റുന്നതും നോക്കി ചൂടെടുത്തോടിയ ദാഹങ്ങളിപ്പോൾ തണുത്തൂറി കിടുകിടുത്തോരോ ചൂടാറാ സ്മൃതി പുതയ്ക്കുന്നു. വിണ്ടവേനലിൽ ജലം തുള്ളിയിറ്റുന്നതും നോക്കി ചൂടെടുത്തോടിയ ദാഹങ്ങളിപ്പോൾ തണുത്തൂറി കിടുകിടുത്തോരോ ചൂടാറാ സ്മൃതി പുതയ്ക്കുന്നു.
എങ്ങനെ വരയ്ക്കും കവിതയിൽ സ്വപ്നം മുങ്ങി മരിക്കും ആഴം. എങ്ങനെ വരയ്ക്കും കവിതയിൽ സ്വപ്നം മുങ്ങി മരിക്കും ആഴം. അത് ആവാസം. എൻ്റെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്ക് ബട്ടൺ അറ്റ്ലാന്റിക്കിലെ തിരയടികളെ നിയന്ത്രിക്കുന്നു. എൻ്റെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്ക് ബട്ടൺ അറ്റ്ലാന്റിക്കിലെ തിരയടികളെ നിയന്ത്രിക്കുന്നു. സമുദ്രങ്ങൾ ഓച്ഛാനിക്കുന്നത് കണ്ട് നദികളും തടാകങ്ങളും മുൻകൂട്ടി നിശബ്ദരായി. മൺസൂണിൻ്റെ പോക്കുവരവുകൾ ക്രമീകരിച്ചൊതുക്കിയ ഷവറിന് താഴെ കാലവർഷം മൂളിപ്പാട്ടായി തുളുമ്പി. വേനലിൻ്റെ തലോടലിൽ കരിഞ്ഞുണങ്ങിയ ദൂരദേശങ്ങൾ ആകാശങ്ങളോട് വിലപിക്കട്ടെ. രാമക്കൽമേട്ടിലെ ശീതക്കാറ്റിപ്പോൾ എൻ്റെ പങ്കകൾക്ക് ചുറ്റും പതുങ്ങിയിരിക്കുന്നു. ചാഞ്ഞും ചെരിഞ്ഞും വീശുന്ന അനുസരണക്കാറ്റിൽ ഇളം സ്വപ്നങ്ങൾ ഊഞ്ഞലാടുന്നു. ആമസോണിനെ തിന്നുതീർത്ത കാട്ടുതീയുടെ ആക്രാന്തമത അടുപ്പിൽ കുന്തിച്ചിരിക്കുന്നു. മെരുക്കിയെടുത്ത വന്യതകളിൽ ഒന്നായി നാളെ അതും ഷോക്കേസിൽ കയറും. ഗുഡ്സ് ഓട്ടോയിൽ വന്നിറങ്ങിയ തണുത്ത ഭൂഖണ്ഡം മൂളിയും മുരണ്ടും അടുക്കളവട്ടത്തുണ്ട്. അത് കോട്ടുവായിടുമ്പോഴൊക്കെ വീട് ഒരു ശൈത്യരാജ്യമായി. രാവിലെ ആഫ്രിക്കൻ സാവന്നകളിൽ നടക്കുന്നു, നയാഗ്രയിൽ നീന്തുന്നു, മേഘങ്ങളിൽ ഉലാത്തുന്നു, സിംഹക്കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നു, വീഞ്ഞുവീപ്പുകളിൽ മുങ്ങുന്നു, പാതിരാകളിൽ പൂക്കുന്നു, നിലാവിൽ ഉണങ്ങുന്നു. ശിഷ്ടലോകമേ, നീ എത്ര തുച്ഛം! ഒറ്റ ദിവസത്തിൻ്റെ കൗതുകം പോലും ഇട്ടുവെക്കാനാവാത്ത കൊച്ചു പാത്രം. ഒരു കവിത കൂടി വായിക്കാം. കേൾക്കാതിരിക്കില്ല. ആരും കേൾക്കാത്ത ശബ്ദത്തിൽ അനാഥമായൊരു കരച്ചിൽ ഞാൻ കേട്ടു. പണ്ട് അമ്മ കരഞ്ഞിരുന്ന പോലെ തന്നെ. വിളക്കുകെട്ട രാത്രിയുടെ നിബിഡതയിൽ ഒറ്റയ്ക്കായൊരു വേവലാതി തേങ്ങലാവും. ഒന്നുമില്ലെന്ന് കെട്ടിപ്പുണർന്ന് അമ്മ രാത്രിക്ക് താഴിടും. മാളത്തിൽ നിന്നിറങ്ങിയ പാമ്പായി നേർത്തൊരു തേങ്ങൽ ഉറക്കത്തിലൂടെ ഇഴയും. അമ്മയിൽ നിന്നിറങ്ങിപ്പോന്നിട്ടും ആ വിങ്ങിപ്പൊട്ടൽ എന്നെ വിട്ടിറങ്ങിയില്ല. ഒന്ന് പറഞ്ഞ അടുത്ത വാക്ക് കരച്ചിലിൽ കലങ്ങുന്ന പെങ്ങൾ. കാണുമ്പോഴൊക്കെ എത്ര കാലായി കണ്ടിട്ടെന്ന് തൊണ്ടയിടറുന്ന കൂട്ടുകാർ. ആനന്ദത്തിലും ദുഃഖത്തിലും കണ്ണു നിറയുന്ന കൂട്ടുകാരി. ഓർത്തോർത്ത് തേങ്ങുന്ന സ്നേഹങ്ങൾ. കരഞ്ഞു കരഞ്ഞ് ജീവിതത്തെ കഴുകിയെടുത്ത നാട്ടിൽ കണ്ണീരായിരുന്നു ഒരേ ഒരു സത്യം. മണ്ണിൽ വീണു പൊള്ളിയ കണ്ണീരിനെ തൊട്ട് അവർ സത്യം ചെയ്തു. ശാപവും ശപഥവും കണ്ണീരിൽ നിലയുറപ്പിച്ചു. ഒരു തുള്ളി പോലും പൊടിയാത്ത കണ്ണുകൾ ക്രൗര്യത്തിൻ്റെ വാസഗൃഹമായി. സമസ്ത സന്ദർഭങ്ങളെയും വിളക്കിയിണക്കുന്ന അത്ഭുത സ്രവം. കരച്ചിലുകൾക്കൊപ്പം കളിച്ചു ചിരിച്ചു വളർന്നതിനാലാവാം ഞാൻ കരയാറില്ല. കരച്ചിൽ വരുന്ന വഴികളിൽ നിന്നെല്ലാം ഓടി മാറും. എന്നിട്ടും ആരും കേൾക്കാത്ത ശബ്ദത്തിൽ ആരോ കരയുന്നത് ഞാൻ മാത്രം എപ്പോഴും കേൾക്കുന്നു. നമസ്കാരം. രണ്ടാമത്തെ അടുത്ത കവിത വരൂ ഈ തെരുവുകളുടെ തിളക്കം കാണൂ എന്നാണ് അതിൻ്റെ ടൈറ്റില്. ഈ കവിത കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു ഗ്രൂപ്പ്, ഒരു പയ്യന്നൂരുള്ള സർഗജാലകം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് അതിനെക്കുറിച്ചൊരു ചർച്ച സംഘടിപ്പിച്ചു. അത് ഓൺലൈൻ ചർച്ചയാണ്. അപ്പോൾ കവിതയെ പറ്റിയിട്ട് ഓൺലൈൻ ചർച്ച സംഘടിപ്പിക്കുന്ന അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ പങ്കെടുത്തിരുന്നില്ല.
അപ്പോൾ അവർ പറഞ്ഞു അവർ 4 വർഷമായിട്ട് കവിതയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അവർ 200 എത്രയോ 200 കൂടുതൽ ആളുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, ചർച്ച ചെയ്യുന്ന കവിതയെക്കുറിച്ചും കലയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാം 3-4 വർഷമായിട്ട് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകൾ, കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ട്. അല്ല, ഈ കവിത എന്താണ്, അല്ലെങ്കിൽ ആ കവിത അവർക്ക് എങ്ങനെയൊക്കെയാണ് അത് അവരൊക്കെ എങ്ങനെയാണ് അതിന് ഫീൽ ചെയ്തത്, അല്ലെ അതിന് ക്രിറ്റിസിസമാണ് അവരുടേതായ രീതിയിൽ. ഇങ്ങനെ കവിതയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഇക്കാലത്തും എന്താ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ മുന്നിലുണ്ട്. വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ്, വിഷ്വലി നമ്മൾ എപ്പോഴും കളർഫുള്ളായിട്ടുള്ള ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ അക്ഷരങ്ങളെയൊക്കെ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെയൊക്കെ അതിനെ ചികഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ഇപ്പോഴും ആളുകളുണ്ടല്ലോ എന്നതാണ് ഈ കവിത ഓരോന്ന് എഴുതുമ്പോൾ വല്ലപ്പോഴും എഴുതുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന കാര്യം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എഴുതുന്ന ആളുകളല്ലാതെ ഒരു 4 പേരും കൂടെ ആ കവിത വായിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതോട് തൃപ്തിപ്പെട്ടോളണം, അത്രയും നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, സർഗജാലകത്തിൽ 35 ആളുകൾ ഈ കവിത വായിച്ച് അതിനെക്കുറിച്ച് കുറേ സെൻറ്റൻസുകൾ, കുറേ പാരഗ്രാഫുകൾ എഴുതി അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അത് കേട്ട് എനിക്ക് സത്യത്തിൽ ഇനിയും കവിത എഴുതാം, കുറച്ച് കവിതകൾ കൂടെ ഒക്കെ എഴുതാം എന്ന് തോന്നി. അല്ലെങ്കിൽ നമുക്ക് തോന്നും എഴുതിയിട്ടെന്താ കാര്യം, കവിത എഴുതേണ്ട ആവശ്യം എന്നുവെച്ചാൽ നമുക്ക് ആളുകൾ വായിക്കുന്നുള്ളൂ എന്നുള്ളതല്ല, ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അതിൽ കാണുന്നില്ലെങ്കിൽ പിന്നെ അത് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ നിലയ്ക്ക് നമ്മുടെ സന്തോഷത്തിന് നമുക്ക് കവിത എഴുതാം, ചിത്രം വരയ്ക്കാം, പാട്ട് പാടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആ തരത്തിൽ അങ്ങനെ ഈ നമ്മുടെ ആസ്വാദക ലോകം ഒക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് കവിത എഴുതാൻ ഇരിക്കുമ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്നാലും ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട കവിത, ആ ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ട ഒരു കവിത ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് ഇവിടെ വായിക്കാം വിചാരിക്കുന്നു. അതേ ഇരിപ്പാണ്, ഒരേ ഇരിപ്പാണ്, അതേ ഇരിപ്പാണ്, ഒരേ ഇരിപ്പാണ് അയാൾ. രാപ്പക്ഷിയുടെ പാട്ട് കേട്ടില്ല, ചീവീടും പുൽച്ചാടിയും ഒരുക്കിയ പിൻതാളങ്ങൾ കേട്ടില്ല. കേട്ടത് ഒന്നു മാത്രം, ശ്രുതിയും സ്വരസ്ഥാനങ്ങളും പിഴച്ച ആകാശം നിറഞ്ഞു പാറുന്ന യന്ത്രപക്ഷികളുടെ ഹുങ്കാരകൂജനം. നെറ്റ്ഫ്ലിക്സ് പരമ്പരകളിൽ നിന്നല്ല, ഡീപ് ഫേക്ക് ഫാക്ടറികളിൽ നിന്നുമല്ല, ഉറഞ്ഞുപോയ നിലവിളി പോലെ, ഒഴുകിപ്പരന്ന ചോര പോലെ രൂപം മാറിപ്പോയ ഗാസയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഉക്രൈനിൽ നിന്ന്. രാജശാസനത്തിൻ്റെ പറകൊട്ടൽ പോലെയല്ല, ഭൂഗോളം പിളർത്തുന്ന അഗ്നിപർവ്വത ഗർജനം. അത് അയാളെ ചുഴലുന്നു, അതിൽ അയാൾ കേൾക്കുന്നു. അലമുറകൾക്കു നേരെ രാജാക്കന്മാർ പ്രജാക്ഷേമ വായ്ത്താരികൾ കിലുക്കുന്നത്. നിന്റെ കഥനങ്ങൾ, കടങ്ങൾ, കടപ്പാടുകൾ, കരൾ, ഹൃദയം, വൃക്ക എല്ലാം ഞങ്ങളുടെ കയ്യിൽ സുഭദ്രം, ദൈവത്തിൻ്റെ കയ്യിൽ എന്ന പോലെ. വരൂ, ഈ തെരുവുകളുടെ തിളക്കം കാണൂ എന്ന് പെരുമ്പറ, പെരുംകൊട്ടൽ, പെരും നുണ, പെരും വായകൾ. അവ ഭൂഖണ്ഡങ്ങൾ കടന്നും രാപ്പകലുകൾ താണ്ടിയും പല ഭാഷയിൽ ഒച്ചയിൽ അയാളുടെ ചെവി തുളയ്ക്കുന്നു. ഒടുവിൽ കടപുഴകി വരുന്ന രോഗത്തിനു നേരെ വാതിലടച്ചു തഴുതിടാനായി വാൻഗോഗിനെ ധ്യാനിച്ചുകൊണ്ട് ധൃതിയിൽ അയാൾ തൻ്റെ ചെവികൾ മുറിച്ച് തെരുവിൽ ഇരമ്പുന്ന ഒച്ചകൾക്കു നേരെ എറിയുന്നു. ശബ്ദങ്ങളെല്ലാം മുറിച്ച് ആകാശം നിറഞ്ഞ് അത് ഭൂമിക്കു മീതെ ഒരു മുദ്രയായി. മായ്ച്ചെഴുത്ത് ഇത് പലപ്പോഴും ജീവിതത്തിൽ വളരെ സാധാരണമാണെന്ന് തോന്നുന്ന ചില അനുഭവങ്ങൾ കവിതയിൽ ആവിഷ്കരിക്കുക വളരെ പ്രയാസമായി തോന്നും. ഞാൻ നിത്യവും കാണുന്നൊരു കാഴ്ചയാണ് വടകര മുനിസിപ്പാലിറ്റി ചെന്ന് കഴിഞ്ഞാൽ അതിരാവിലെ ചെന്നാൽ റോഡെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. ലോകത്തെ എല്ലാ നഗരങ്ങളും അങ്ങനെ ദിവസവും അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ
അത്തരം ഒരു അനുഭവത്തെ നമുക്ക് കവിതയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, കൊണ്ടുവരേണ്ടതാണെങ്കിൽ പോലും. അങ്ങനെ ഒരു അനുഭവം കവിതയിലാക്കാൻ ശ്രമിച്ചതാണ് ഈ മായ്ച്ചെഴുത്ത് എന്ന് പറയുന്ന കവിത. മായ്ച്ചെഴുത്ത്. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. എനിക്കത് മികച്ച കവിതയാണെങ്കിലും അവർക്ക് ആ കവിതയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ആ വരികളുടെ പൂർണ്ണതയിൽ അവർക്ക് തൃപ്തി വന്നിട്ടില്ല ഇന്നോളം. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു. വേറൊരു കവിത, മുറിവുകളുടെ നഴ്സറി. മുറിവുകളുടെ നഴ്സറി. ഇന്നലെ ഒരുവളെ പരിചയപ്പെട്ടു, മുറിവുകളുടെ കൃഷിയാണെന്ന് പറഞ്ഞു. ഇന്നലെ ഒരുവളെ പരിചയപ്പെട്ടു, മുറിവുകളുടെ കൃഷിയാണെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായ മകളുമുണ്ടൊപ്പം. അവൾ മുറിവുകളുടെ ഒരു നഴ്സറി നടത്തുന്നു. അവൾ മുറിവുകളുടെ ഒരു നഴ്സറി നടത്തുന്നു. മുറിവുകളുടെ വിത്തുകൾ കിട്ടുമോ ഞാൻ ചോദിച്ചു. മുറിവുകളുടെ വിത്തുകൾ കിട്ടുമോ ഞാൻ ചോദിച്ചു. അവൾ എനിക്ക് ദൈവത്തിൻ്റെ വിലാസം തന്നു. അവൾ എനിക്ക് ദൈവത്തിൻ്റെ വിലാസം തന്നു. അടുത്ത കവിത, ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഈ മുറിയിൽ അകപ്പെട്ടു പോയി എന്നുള്ള ഒരു മാനസിക ഒരവസ്ഥയാണ്. അങ്ങനെ അത് ആ പ്രയാസമുള്ള കുറേ പേരുണ്ട്, മുറിയിൽ അകപ്പെട്ടതിൻ്റെ പ്രയാസമുള്ള ആളുകൾ. ക്ലോസ്ട്രോഫോബിയ. അകത്ത് പെട്ടുപോയതിൻ്റെ ആധിയുമായാണ് എപ്പോഴും നടപ്പ്. അകത്ത് പെട്ടുപോയതിൻ്റെ ആധിയുമായാണ് എപ്പോഴും നടപ്പ്. അടച്ചിട്ട മുറികളിൽ നിന്ന് എളുപ്പം പുറത്തു കടക്കുന്നു. ഇടുക്കമുള്ള കുപ്പായം ധൃതിപ്പെട്ടഴിക്കുന്നു. തുരങ്കത്തിലെ ക്യൂവിൽ നിന്ന് വിഭ്രാന്തിയോടെ പിൻവാങ്ങുന്നു. ശുചിമുറി കൊളുത്തിടാതെ വെച്ചതിന് കേട്ട തെറിക്ക് കണക്കില്ല. ശുചിമുറി കൊളുത്തിടാതെ വെച്ചതിന് കേട്ട തെറിക്ക് കണക്കില്ല. ചുമർ മുഴുവൻ വാതിലുള്ള വീടാണ് സ്വപ്നത്തിൽ. ചുമർ മുഴുവൻ വാതിലുള്ള വീടാണ് സ്വപ്നത്തിൽ. ഒരു പ്രസ്ഥാനത്തിലും അധികകാലം തുടർന്നില്ല. ഒരു പ്രസ്ഥാനത്തിലും അധികകാലം തുടർന്നില്ല. തുറസിനെക്കുറിച്ച് എഴുതിയ കവിതയിൽ നിന്ന് കുറ്റിയും പൂട്ടും ഇളക്കി മാറ്റുന്നു. ശവപ്പെട്ടിയിൽ നിന്ന് വേഗം കണ്ണെടുക്കുന്നു. കല്ലറ പേടിച്ച് മരിക്കാതിരിക്കുന്നു. ശവപ്പെട്ടിയിൽ നിന്ന് വേഗം കണ്ണെടുക്കുന്നു. കല്ലറ പേടിച്ച് മരിക്കാതിരിക്കുന്നു. ഇപ്പോഴുള്ളത് ഒരേ ഒരു പ്രാർത്ഥന. ഇപ്പോഴുള്ളത് ഒരേ ഒരു പ്രാർത്ഥന. വേണ്ടി വന്നാൽ പെട്ടെന്ന് തുറക്കാൻ പാകത്തിൽ ഏതു വാതിലിനും ഇണങ്ങുന്ന വാക്കിൻ്റെ ഒരു താക്കോൽ. ഇപ്പോഴുള്ളത് ഒരേ ഒരു പ്രാർത്ഥന. വേണ്ടി വന്നാൽ പെട്ടെന്ന് തുറക്കാൻ പാകത്തിൽ ഏതു വാതിലിനും ഇണങ്ങുന്ന വാക്കിൻ്റെ ഒരു താക്കോൽ. കുറച്ച് ദീർഘമായ ഒരു കവിത വായിക്കാം. 5 ഭാഗങ്ങളുള്ള താജ്മഹൽ. ഇതൊരു ചെറിയ കഥാകാവ്യമാണ്. അതിലൊരു പ്രധാന കഥാപാത്രമുണ്ട്, ബാവുട്ടിക്ക. ഒരു ഏറനാടൻ മാപ്പിളയാണ്. ഒരു ഏറനാടൻ ചുറ്റുപാടിലുള്ള ചെറിയ കഥ പോലെയാണ് ഈ കവിത വികസിക്കുന്നത്. സ്മാരകങ്ങൾ നിങ്ങൾക്ക് പൊളിക്കാനായേക്കാം, സ്മരണകളെ തൊടാനാവില്ല. ബാവുട്ടിക്ക. 1. ചെറിയ 4-5 ഭരണികളിൽ പല്ലുമ്മിലൊട്ടി പഞ്ചാര മിഠായികൾ. പഴയ 3-4 തക്കാളിപ്പെട്ടിയിൽ പേന, പെൻസിൽ, നോട്ട് ബുക്കുകൾ. അത്യാവശ്യങ്ങൾ മാത്രം അടുക്കി വെച്ച് ഇല്ലായ്മയുടെ ഇതള് വിടർത്തി സ്കൂൾ മുക്കിലൊരൊറ്റ പീടിക പുതുമഴയ്ക്കൊപ്പം മുളച്ചു. കുട്ടികളുടെ ആരവങ്ങളിൽ തളിർത്തും കളിച്ചിരികളിൽ ഉറച്ചും ഓണപ്പരീക്ഷയ്ക്ക് മുമ്പേ പീടിക 10ാം ക്ലാസ് ജയിച്ചു. സോപ്പ്, ചീർപ്പ്, കണ്ണാടി, ചാന്ത്, കൺമഷി, കുപ്പിവള. സോപ്പ്, ചീർപ്പ്, കണ്ണാടി,
ചാന്ത്, കൺമഷി, കുപ്പിവള വഴിയേ പോകുന്ന ആവശ്യങ്ങളെ അകത്തേക്കിരുത്തിയ ചന്തങ്ങളായി. കുട്ടികൾക്ക് പിന്നാലെ അമ്മമാരായി, അവർക്ക് പിന്നാലെ അനേകരായി. ഇടതടവില്ലാത്ത തിരക്കിനു മുന്നിൽ താജ്മഹൽ സ്റ്റോർ എന്ന ബോർഡ് മിന്നി. പൊടിപൊടിക്കുന്ന കച്ചവടത്തിനിടയ്ക്കും ബാവുട്ടിക്ക ഇടയ്ക്കിടെ പുറത്തിറങ്ങും. നക്ഷത്രത്തിളക്കമുള്ള സ്വന്തം താജ്മഹൽ കൺകുളിർക്കെ നോക്കി നിൽക്കും. പിടിവിട്ടുപോയൊരു പ്രണയവല്ലരി ഓർമ്മകളിൽ ചുറ്റിപ്പിണയും. കലങ്ങിപ്പോകുന്ന കാഴ്ചയിലപ്പോൾ മുംതാസിന്റെ പുഞ്ചിരി വളകിലുക്കങ്ങളാകും. 2. മൈലാഞ്ചി വളവിലെ മന്ദാരച്ചോട്ടിൽ വെള്ളിയാഴ്ചയിലെ ഉച്ചനേരങ്ങൾ വിജനമായി തണുത്തൂറിക്കിടന്നു. ഭൂമിയിലെ ഏറ്റവും ചെറിയ ശബ്ദങ്ങൾ മാത്രം പരസ്പരം പരതി നടന്നു. നിങ്ങളെന്താ പള്ളി പോവാത്തെ? ഈയല്ലേ എൻ്റെ പള്ളി. അപ്പൊ പ്രാർത്ഥിക്കാനോ? ഇതല്ലേ എൻ്റെ പ്രാർത്ഥന. വേവലാതികൾ ഒഴിഞ്ഞ ബാവുട്ടിയുടെ നെഞ്ചിൽ മുന്തസ്സിൻ്റെ കനവുകൾ ചിത്രപ്പണി ചെയ്തുകൊണ്ടിരുന്നു. എനിക്കൊരുക്കെ താജ്മഹൽ കാട്ടിത്തരൂ. നീ ഖൽബിലേക്കൊന്ന് നോക്ക്. മലർക്കെ തുറന്ന ഹൃദയങ്ങളുടെ അചഞ്ചല ലാവണ്യത്തിൽ അമർന്ന് ഇളം കാറ്റ് ചിറകൊതുക്കി. അപരിചിതമായ വിസ്മയങ്ങൾക്കൊപ്പം ഉല്ലസിച്ച് നൃത്തം ചെയ്യുന്നതിനിടയിൽ അവൾ ഒറ്റയ്ക്കിറങ്ങിപ്പോയതിൻ്റെ യുക്തി അയാൾക്കിപ്പോഴും അത്ഭുതമാണ്. ജീവിച്ചിരിക്കുന്നവരുടെ സന്ദേഹങ്ങൾക്ക് മരിച്ചവരുടെ ലോകത്ത് മറുപടി ഉണ്ടാകുമോ? ബാവുട്ടിയുടെ നെടുവീർപ്പുകൾ കച്ചവടത്തിരക്കുകളിൽ ഉലഞ്ഞു. 3. സെവൻസ് കളിക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് കിട്ടിയ പഴയ കരിങ്കൽ ശില്പം ദേവീ വിഗ്രഹമായി മാറിയതോടെ നാട്ടിലാകെ ഭക്തി കയറി തുടങ്ങി. സ്വർണപ്രശ്നം തെളിച്ച മാതൃകയിൽ ശ്രീകോവിലും നാലമ്പലവും ഉയർന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം 101 ദിനരാത്രങ്ങളിൽ പുനരുദ്ധരിച്ചു. നിത്യപൂജയും വഴിപാടുകളുമായി ഭക്തജന പ്രവാഹങ്ങളായി പറഞ്ഞാൽ തീരാത്ത വിസ്മയ കഥകൾ സ്കൂൾ മുക്കിനെ അമ്പലമുക്കാക്കി. അകലങ്ങളിൽ നിന്നെത്തിയ അച്ചടക്ക സംഘങ്ങൾ സായാഹ്നങ്ങളെ സത്സംഗം ശീലിപ്പിച്ചു. എണ്ണ, തിരി, കർപ്പൂരം, ദേവീദേവന്മാരുടെ ചില്ലിട്ട ഫോട്ടോകൾ, ഭക്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞൊരുക്കി താജ്മഹൽ സ്റ്റോറും ഒപ്പം ചേർന്നു. വിഗ്രഹാരാധനയ്ക്ക് വിഭവമൊരുക്കുന്ന അന്യമതസ്ഥന്റെ മാതൃക പത്രങ്ങളിൽ ഫീച്ചറുകളായി. ബാവുട്ടിക്ക മതേതര പ്രതീകമായി. 4. പതിവ് പോലെ രാവിലെ കട തുറക്കാൻ ചെന്നതാണ് സർ. ഒരടയാളം പോലുമില്ലാതെ താജ്മഹൽ പൊളിച്ചു നിരത്തി മുരിക്ക് മരങ്ങൾ നട്ടിരിക്കുന്നു. ദയ കാട്ടി രക്ഷിക്കണം സർ. ജീവിതത്തിലെ സമ്പാദ്യമല്ല, ജീവിതം തന്നെയാണ് സർ. ഗദ്ഗത മുടക്കി മുറിഞ്ഞു വീണ ബാവുട്ടിയുടെ സങ്കടങ്ങളെ നിർവികാരമായി വിലക്കി പോലീസ് ഓഫീസർ പുരികം ചുളിച്ചു. കടയുണ്ടായിരുന്നതിന് തെളിവുണ്ടോ? ഒരു നാട് മുഴുവൻ സാക്ഷി പറയുമെന്ന് ബാവുട്ടിക്ക തിരിഞ്ഞു നോക്കി. ഒറ്റ രാത്രിയിൽ ഉയർന്നു പൊങ്ങിയ പുതുപുത്തൻ സ്റ്റോറിലേക്കുള്ള നാട്ടാരുടെ പദസഞ്ചലനം കണ്ടു. കരുണ കാട്ടണേ, കരുണ കാട്ടണേ എന്ന് ബാവുട്ടിയുടെ പ്രാർത്ഥന കൂടുതൽ ദയനീയമായി. കരുണയല്ല, നിയമമാണ് രക്ഷകനെന്ന് ഓഫീസർ ഉദാരനായി. കടയുടെ ലൈസൻസും നികുതി രശീതികളും പരാതിയോടൊപ്പം കൊടുക്കൂ. ബാവുട്ടിയുടെ ശബ്ദം പാതാളത്തോളം താഴ്ന്നു. 1ഉം 2ഉമായി നുള്ളിപ്പെറുക്കി ഉണ്ടാക്കിയതാണ് സർ. ഇപ്പറഞ്ഞതൊന്നും ഇവിടെ ആർക്കുമില്ല സർ. കരുണ കാട്ടണം സർ. കയ്യേറ്റ ഭൂമിയിൽ അനധികൃത നിർമ്മാണം, വകുപ്പ് വേറെയാണെന്ന് ഓഫീസറുടെ ശബ്ദം വകതിരിവിൻ്റെ കാഠിന്യമണിഞ്ഞു. കണ്ണീരിറ്റിയ കവിളിൽ കനമുള്ളൊരടിയേറ്റ് വീഴുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്ന ഇരുട്ടിൽ മുന്തസ്സിൻ്റെ തേങ്ങൽ താങ്ങി നിർത്തി. കയ്പ് നിറഞ്ഞ കണ്ണുകൾ വെളിച്ചം പരതി തളർന്നു. അന്ധകാരത്തിൻ്റെ ദൈവങ്ങളെ കൈകൂപ്പി തൊഴുതു വീണു. 5. ആളുകൾ തലങ്ങും വിലങ്ങും പായുന്ന തിരക്കേറിയ തീവണ്ടി സ്റ്റേഷനിൽ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട് കീറിപ്പറിഞ്ഞ ഒരു മനുഷ്യൻ. അടുത്തെത്തുന്തോറും അയാൾ ബാവുട്ടിക്കയായി പരിണമിച്ചു. പുറപ്പെടാനിരിക്കുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസിലേക്ക് ഭാരമില്ലാത്തൊരു ഭാണ്ഡം കണക്കെ
ബൗട്ടിക്ക് സ്വയം എടുത്തു വെക്കുന്നു. പതാക എന്നോണം കൈകൾ പുറത്തേക്ക് വീശി ലോകത്തോടൊരു യാത്ര പറച്ചിൽ. ആഗ്ര വരെ ഒന്ന് പോണം, താജ്മഹൽ ഒന്ന് കാട്ടിക്കൊടുക്കണം, സർവശക്തനായ തമ്പുരാനെ അവിടെ എത്തിച്ചേരും വരെയെങ്കിലും അതാരും പൊളിക്കാതെ കാക്കണേ, അതാരും പൊളിക്കാതെ കാക്കണേ. നന്ദി. ഒരു ചെറിയ കവിതയും കൂടെ വായിക്കാം. ആത്മഹത്യ കലാപമാകുമ്പോൾ മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ. അയാൾ നടക്കുമ്പോൾ കാലിനടിയിൽ നിന്ന് ഉറുമ്പുകൾ തരിമണലിനോടും പുഴുവിനോടും പുല്ലിനോടും ഒച്ച താഴ്ത്തി പറയുന്നത് ഇതാണ്: നോക്കൂ, ഇയാളുടെ തലയിൽ കേൾക്കുന്ന മണിമുഴക്കം ഇടപ്പള്ളി കവിതയിലേതാണ്. അയാൾ ഇന്നല്ലെങ്കിൽ നാളെ തൂങ്ങിച്ചാകും. പുല്ലുകൾ പുൽച്ചാടിയോടും പുൽച്ചാടി പൂമ്പാറ്റയോടും കരിയിലകൾ കാറ്റിനോടും അയാളെ ചൂണ്ടി അതുതന്നെ പറയും. തൂങ്ങിച്ചാകാൻ അയാൾ ഇത്ര തത്രപ്പെടുന്നതെന്തിന്? കാട് കാണാതെ കുഴയുന്ന മഞ്ഞക്കിളിയും നീരില്ലാതെ വലയുന്ന പൊന്മാനും അത്ഭുതപ്പെടും. അയാൾ അതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഭൂമിയുടെ ഭാഷ അയാളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞു. ഒരു ചന്ദ്രിക മാത്രമല്ല തന്നെ ചതിച്ചത്, അല്ലെങ്കിൽ നിത്യേന ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പാഴ്വാക്കുകൾ കൊണ്ട് ഉദരവും തലച്ചോറും ഭരിക്കുന്ന നേതാക്കൾ മുതൽ എണ്ണിയാൽ ഒടുങ്ങാത്ത യൂട്യൂബ് പ്രചോദകർ വരെ തന്നെ നിത്യേന ഇരുൾ ചുഴിയിലേക്ക് തള്ളുന്നത് എന്നും അയാൾ കാൽക്കീഴിലെ ഇളകിയ മണ്ണിനോടും നിലതെറ്റിയ മണ്ണിരയോടും ചിതറിപ്പോയ പൂക്കളോടും വേരറ്റുപോയ മരങ്ങളോടും പറയില്ല. പകരം അവയെ കാണാഗർത്തങ്ങളിൽ നിന്നെന്ന പോലെ ഉയർന്നു പൊങ്ങുന്ന ഗീർവാണങ്ങളുടെ മിന്നലിൽ കുളിപ്പിക്കും. കൃത്യമായ പൊള്ളവായ്ത്താരികൾ കേൾപ്പിക്കും. അതിന് താളം പിടിക്കുന്ന ബധിരരെയും മൂകരെയും ചൂണ്ടിക്കാട്ടി അയാൾ നടന്നു പോകും. ഒരു തടവറ ഭേദിക്കാനോ ഒരു കോട്ടമതിൽ ചാടിക്കടക്കാനോ ഒരു ഇരുമ്പുവാതിൽ പോലും തള്ളി തുറക്കാനോ ആകാതെ ആശയറ്റവനായി. ഇപ്പോൾ അയാൾ കടന്നു വന്ന വഴിയിൽ ഭൂമിയിൽ പാടുവീഴ്ത്താതെ മുന്നിലെ പാളമേറി നേർരേഖയിൽ നടക്കുകയാണ്. ചില നേരം ആത്മഹത്യ ഒരു കലാപമാണെന്ന് ഉടലിൽ കൊത്തിവെച്ചുകൊണ്ട്. നന്ദി, നമസ്കാരം. ആദ്യത്തെ കവിത ആപ്പിളും ന്യൂട്ടണും ഒരു അസംബന്ധ കവിത. ആപ്പിളും ന്യൂട്ടണും ഒരു അസംബന്ധ കവിത. ഈ കവിതയ്ക്ക് ആമുഖമായിട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഗ്രാവിറ്റേഷൻ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പീപ്പിൾ ഫോൾ ഇൻ ലവ്. മനുഷ്യർ പ്രണയത്തിൽ വീഴുന്നതിൽ ഗ്രാവിറ്റേഷൻ തിയറിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ. എങ്ങനെയാവും ഒരാപ്പിൾ കാരണം ന്യൂട്ടൺ ഇത്രയും വലിയ തത്വത്തിൽ വീണത്? അത്ഭുതം തോന്നുന്നു. എങ്ങനെയാവും ഒരാപ്പിൾ കാരണം ന്യൂട്ടൺ ഇത്രയും വലിയ തത്വത്തിൽ വീണത്? അത്ഭുതം തോന്നുന്നു. അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. തലയിൽ വീണ ആപ്പിൾ എടുത്ത് മുകളിലേക്ക് നോക്കിയ ന്യൂട്ടൺ ആപ്പിൾ മരം കണ്ടില്ല. ആ പഴം പിന്നെ എവിടെ നിന്ന്? വിണ്ണിൽ നിന്ന് വീണതാവണം. വിണ്ണിൽ നിന്ന് വീണതാവണം. ആപ്പിളിൽ പതിഞ്ഞ പല്ലടയാളമായിരുന്നു തെളിവ്. ഏദൻ തോട്ടം ഓർമ്മയിൽ വന്നു. ഏദൻ തോട്ടം ഓർമ്മയിൽ വന്നു. സ്വർഗത്തിലെ ആദ്യ കമിതാക്കൾ കടിച്ച കനി. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആകർഷണ ബലത്തെ അതിജീവിച്ച് അനേകം പ്രകാശവർഷങ്ങൾ താണ്ടി വന്ന ജ്ഞാനപ്പഴം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആകർഷണ ബലത്തെ അതിജീവിച്ച് അനേകം പ്രകാശവർഷങ്ങൾ താണ്ടി വന്ന ജ്ഞാനപ്പഴം. വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൺ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൺ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. ന്യൂട്ടനെ സാധൂകരിക്കാൻ എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. ന്യൂട്ടനെ സാധൂകരിക്കാൻ എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ, നർത്തകിയുടെ പാദങ്ങൾ, ഗുരുത്വാകർഷണ തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ,
നർത്തകിയുടെ പാദങ്ങൾ ഗുരുത്വാകർഷണ തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൺ മുത്തച്ഛനെ കണ്ട കുട്ടിയുടെ സാക്ഷിവചനം വെച്ച് എനിക്ക് പറയാനാകും. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൺ മുത്തച്ഛനെ കണ്ട കുട്ടിയുടെ സാക്ഷിവചനം വെച്ച് എനിക്ക് പറയാനാകും, ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരസംബദ്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരസംബന്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. അടുത്ത കവിത അക്ഷമ. കമിഴ്ന്ന് വീഴാൻ പഠിച്ച ദിവസം നെഞ്ഞൂന്നി നിരങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിലുണ്ട് യാത്രയുടെ ആദിമമായ അക്ഷമ. കമിഴ്ന്ന് വീഴാൻ പഠിച്ച ദിവസം നെഞ്ഞൂന്നി നിരങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിലുണ്ട് യാത്രയുടെ ആദിമമായ അക്ഷമ. മുട്ടിലിഴഞ്ഞ് രണ്ടു കാലിൽ നടന്ന് ഓടി അന്ത്യം വരെ അതിന് നിവൃത്തി വരുത്താൻ നാം ശ്രമിക്കുന്നു. മുട്ടിലിഴഞ്ഞ് രണ്ടു കാലിൽ നടന്ന് ഓടി അന്ത്യം വരെ അതിന് നിവൃത്തി വരുത്താൻ നാം ശ്രമിക്കുന്നു. പോയ ദേശങ്ങളിലെ മണ്ണ് കൊണ്ട് മാത്രം നീ ഒരു ഭൂമിയെ ഉണ്ടാക്കുന്നു. പോയ ദേശങ്ങളിലെ മണ്ണ് കൊണ്ട് മാത്രം നീ ഒരു ഭൂമിയെ ഉണ്ടാക്കുന്നു. ഉറക്കത്തെഴുന്നേറ്റ് നടക്കുന്നയാളെ തടയരുത്. യാത്രയുടെ അനിവാര്യതയെ അയാളെപ്പോലെ അറിഞ്ഞവരില്ല. ഉറക്കത്തെഴുന്നേറ്റ് നടക്കുന്നയാളെ തടയരുത്. യാത്രയുടെ അനിവാര്യതയെ അയാളെപ്പോലെ അറിഞ്ഞവരില്ല. സൂക്ഷിച്ചു നോക്കൂ അടങ്ങിയിരിപ്പിന് മരണത്തിൻ്റെ ഛായ. സൂക്ഷിച്ചു നോക്കൂ അടങ്ങിയിരിപ്പിന് മരണത്തിൻ്റെ ഛായ. മറ്റൊരു കവിത സ്മാരകം. സ്മാരകം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കുമെന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരും അറിയാതെ നാളെ ഒരു മരം. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരും അറിയാതെ നാളെ ഒരു മരം. രണ്ട് ചെറിയ കവിതകളോട് ചൊല്ലാം. ഒന്ന്, ഒരു പരീക്ഷാ ഹാളിൽ ഞാൻ കണ്ട ഒരു കുട്ടിയുടെ അനുഭവമാണ്. ഒരു ദൃശ്യമാണ്. പരീക്ഷാ ഹാളിൽ കണ്ടൊരു ദൃശ്യമാണ്. ആ ഒരു ചെറിയ കവിതയാണ്. അത് കഴിഞ്ഞ് പരീക്ഷ എന്നുള്ള കവിത കൂടി ചൊല്ലി അവസാനിപ്പിക്കാം. രണ്ടും ചെറിയ കവിതകളാണ്. ആരായിരുന്നു എന്നാണ് കവിതയുടെ പേര്. ചെറിയൊരു കവിതയാണ്. കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങുന്ന എനിക്ക് മുന്നിൽ, കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങുന്ന എനിക്ക് മുന്നിൽ കുപ്പിവള ഊരിവെച്ച് ഇറങ്ങിപ്പോയ ആ നീ ആരായിരുന്നു? കുപ്പിവള ഊരിവെച്ച് ഇറങ്ങിപ്പോയ ആ നീ ആരായിരുന്നു? പരീക്ഷാ ഹാളിൽ കണ്ട ഒരു ദൃശ്യം അങ്ങനെ തന്നെ എടുത്തു വെച്ചതാണ്. വേറെ ഞാനൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. പരീക്ഷ എന്നൊരു കവിതയോട് ചൊല്ലി അവസാനിപ്പിക്കാം. പരീക്ഷ. മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു രണ്ടുപേർ. മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു രണ്ടുപേർ. അവരിൽ ഏറ്റവും സ്നേഹമാർക്കെന്ന് എങ്ങനെ അറിയാനാകും? കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി. കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി. രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ഏറ്റവും പ്രേമമാർക്കെന്ന് എങ്ങനെ അറിയും? അപ്പത്തിൻ ചെറുപാതിയിലേക്ക് തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. അപ്പത്തിൻ ചെറുപാതിയിലേക്ക് തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു രണ്ടുപേർ. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു രണ്ടുപേർ. അവരിൽ ഏറ്റവും പ്രണയമാർക്കെന്ന് അറിയാൻ എന്തു വഴി?
അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. നമസ്കാരം. ഒരു കവിത ചൊല്ലി അവസാനിപ്പിക്കാം. ഗാന്ധിയെ നോക്കുമ്പോൾ എന്നാണ് കവിതയുടെ പേര്. ഇപ്പുറം നോക്കിയാൽ അപ്പുറം കാണുന്ന സുതാര്യതയായിരുന്നു ഇതുവരെ ഗാന്ധി. ഒളിച്ചു നോട്ടക്കാർക്കായി ഒന്നും കരുതി വെക്കാത്ത നഗ്നത, തന്നെ തന്നെ കണ്ടെത്താനുള്ള ഓരോരുത്തരുടെയും പരീക്ഷണശാല, ആർക്കും കയറി ഇറങ്ങാവുന്ന അനാർഭാടമായ ആരാധനാലയം. നോക്കി നോക്കി ഇരിക്കുമ്പോൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച ആലോചനകൾ മൗനമായി സത്യാഗ്രഹമിരിക്കും. നിദ്രയോട് നിസ്സഹകരിച്ച സ്വപ്നങ്ങൾ വെളിച്ചത്തിൻ്റെ ഉപ്പ് കുറുക്കും. വേഗതയേറിയ ചുവടുകളുമായി ചരിത്രം ഒരു ശാന്തിയാത്രയാവും. നോക്കി നോക്കി ഇരിക്കുമ്പോൾ കാണാത്തതും കാട്ടിത്തരും. അറ്റമില്ലാത്ത കാഴ്ചകളാൽ അവസാനമില്ലാതെ അഴിച്ചു പണിയും. അപൂർണതകൾ ഊടും പാവുമാക്കി അവനവനിൽ പൂർണ്ണത നെയ്തെടുക്കും. കുറെ കൂടി സൗന്ദര്യമുള്ളവരാക്കും. നോക്കി നോക്കി ഇരിക്കുമ്പോൾ ചോര ചിന്താത്ത യുദ്ധങ്ങളാൽ ഞാനെന്ന പോർക്കളം പിളരും. വിലാപങ്ങൾക്കുമേലെ വിശ്രാന്തിയുടെ പുഞ്ചിരി പരക്കും. മനസ്സിലെ മരുഭൂമികൾ പിന്നെയും തളിർക്കും. ഇപ്പോൾ നോക്കുമ്പോൾ കട്ട പിടിച്ച ഇരുട്ടിൻ്റെ 3 വെടിയുണ്ടകൾ മാത്രം, ചിതറിത്തെറിക്കുന്ന ഒരു ദേശത്തിൻ്റെ ശിഥില ചിത്രം മാത്രം. നന്ദി, നമസ്കാരം. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറുവേ